സീനു പോലീസ് പിടിക്കോടാ, വാടാ ഓടിക്കോ. ഓടിക്കോ, ആ പറഞ്ഞാലും നമുക്കിട്ട് പണിയാന്നാ. സുഖമെന്നു തഴുകുന്നേരം രാമ 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 രാമ, സുഖമാണോ എന്റെ പ്രിയ രാമ, പറയില്ല ചെപ്പിയ രാമ 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 രാമ, തേടും രാമ. എന്റെ ചെറിയമ്മ വിളിക്കുന്നു. ജാനി, എന്താ ചെറിയമ്മേ? അതെ, നാളെ നമ്മുടെ അടുത്തുള്ള മുനീറിന്റെ മോളുടെ കല്യാണാടാ. മുസ്ലിം കല്യാണം അല്ലേ, പളപളാന്ന് തിളങ്ങുന്ന സാരിയൊക്കെ കൊടുക്കണ്ടേ, അതിനു വേണ്ടിയാ. നീ ഒരു 15,000 രൂപ അയച്ചതാടാ. അയ്യോ, പെട്ടെന്ന് വന്നിട്ട് ഇത്രയും പൈസ ചോദിച്ചാൽ ഞാനിത് എവിടെ നിർത്തി തരാനാ? അപ്പൊ അത്ര ഉള്ളല്ലേ? നീ കുഞ്ഞിലെ ഓരോന്നൊക്കെ ചോദിക്കുമ്പോ ഞാനും ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്തായനെ? എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്റെ സ്വന്തം അമ്മയല്ലല്ലോ. ഏറ്റവും അവസാനം ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ ബ്ലാക്ക് മെയിൽ ചെയ്താൽ മതിയല്ലോ. കരയാതെ കരച്ചിലോ നിർത്ത്, ഞാൻ അയച്ചു തന്നാ പോരെ. അയച്ചു തന്നേക്കാം, ഒന്ന് വെക്കും. എന്താ എന്താ പറ്റിയേ? നിക്കടാ. ഇതാര്? ജാനിയ? പറയ് ജാനി. ഇന്ന് രാത്രി എവിടെയെങ്കിലും മോഷണം ഉണ്ടെങ്കിൽ പറയണേ. എന്ത് പറ്റി? എന്തിത്ര അത്യാവശ്യം? അത് വേറെ ഒന്നല്ല, അർജന്റായിട്ട് വീട്ടിലേക്ക് കുറച്ച് പൈസ അയക്കണം. ശരി, നീ എന്തായാലും റെഡി ആയിട്ടിരിക്കുക. രാത്രി ഏതെങ്കിലും ഒരു വീട് ഞാൻ പറഞ്ഞു തരാം. താങ്ക്സ് ഡി ലച്ചി, ഐ ലവ് യു. അതെ ലച്ചി, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യട്ടെ. ഒന്ന് വേഗം മിക്സ് ചെയ്യടാ. ഇപ്പൊ ശരിയാക്കി തരാം. ഇനി ഇത് ആരാ കുടിപ്പിക്കുന്നത്? ഞാൻ തരാന്നേ. ജാനി, പറയില്ലച്ചി. നിനക്ക് വാട്സാപ്പിൽ ഫുൾ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട്. പോകേണ്ടത് ഒരു സിനിമാക്കാരന്റെ വീട്ടിലേക്കാ. പേര് സയ്യിദ് അലി. അവന്റെ വീട്ടിലെ വലിയൊരു കുടമുണ്ട്. പക്ഷെ അവിടെ ഒരു കാവൽക്കാരനുണ്ട്. അതൊരു പ്രശ്നമാണ്. നീ അവൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് സാധനം എടുത്തിട്ട് വാ. അതിന്റെ കാര്യം ഞാൻ ഏറ്റവും വിട്ടേക്ക്. ആയിക്കോട്ടെ. നീ കുടിച്ചായിരുന്നോ? നീ കുടിക്കില്ല ലച്ചി. നീ ഇങ്ങനെ നാണം കാണിച്ചെന്നെ മൂട് കേട്ടല്ലോ. കേറിയാലിപ്പ എന്താ? വന്ന് പിടിക്കണ തടിമാണ. അറിഞ്ഞു പിടിക്കടാ. എന്തെങ്കിലും ചെയ്യ്. വേഗം മര്യാദ പിടിക്കാൻ നോക്ക്. ദൈവമേ, ഇതിവിടെ നിക്കുന്നില്ലല്ലോ. കണ്ണു കുടിക്കാൻ കൊണ്ട സമയം എന്റെ ഇടിക്കണം. തുടങ്ങിക്കളയാം. എവിടുന്ന് വന്നല്ല മദ്യത്തിന്റെ മണം വരുന്നുണ്ട്. ജാനി, മദ്യം മദ്യം. സമയം കളയല്ലേ. അതെ, അയാളവിടെ കള്ളും കുടിച്ച് താഴെ ഇരുന്ന് വീഡിയോ കൊണ്ടോണ്ടിരിക്കുക. എനിക്ക് ആളുടെ മൂക്കിലേക്ക് കറക്റ്റായിട്ട് കയ്യെത്തും. ഇവന്റെ മൂക്കെന്താ ഇത്ര നീളത്തിൽ കിടക്കുന്നത്? മൂക്കാണെന്ന് വിചാരിച്ചു അതേ കേറി പിടിച്ചടാ. ചിരിക്കുന്നോ? വെട്ടി നോക്കി പട്ടിക്കിട്ട് കൊടുക്കും ഞാൻ. നമുക്ക് ഇതിന്റെ അകത്തേക്ക് കയറാം. വാസ്തു എല്ലാം കറക്റ്റാ. ഒന്ന് പോ തടിമാടാ, ഇതെന്റെ കയ്യിലിരിക്കട്ടെ. സൈലൻസ്. ആര് ശബ്ദം ഉണ്ടാക്കാതെ എവിടെയെങ്കിലും പോയി ഒന്ന് ഇരിക്കേ. ഒന്ന് പതുക്കെ നടക്ക്.
ആ പൊളിച്ച് നല്ല സുഖമുള്ള സോഫ സെറ്റി. അതെന്താ ഉള്ളിൽ എന്തോ മുള്ള പോലെ കുത്തുന്നത്? കൊള്ളല്ല. എന്റെ അമ്മ എവിടെ? കണ്ടെന്ന് തോന്നുന്നു. എന്താ ശബ്ദം കേട്ടത്? എല്ലാവരും അനങ്ങാതെ പ്രതിമ പോലെ നിൽക്ക്. നീ ഏലിയൻസ്. ഏലിയൻസോ? അതേടോ. ഏലിയൻസ് മലയാളമൊക്കെ സംസാരിക്കോ? മലയാളം മാത്രമല്ല, എല്ലാ ഭാഷയും അറിയാം. അതൊക്കെ ഇരിക്കട്ടെ, ഏലിയൻസിന്റെ ബോഡി പാർട്സ് നമ്മുടെ ബോഡി പാർട്സ് പോലെ തന്നെ ആയിരിക്കോ? അതേടോ, സംശയം ഉണ്ടെങ്കിൽ കൈവച്ച് ചെക്ക് ചെയ്ത് നോക്ക്. ചെക്ക് ചെയ്ത് നോക്കട്ടെ. എണീറ്റ് പോടാ. നീ അതൊക്കെ കണ്ട് പേടിച്ച് വെറുതെ ആവശ്യമില്ലാത്തൊന്നും കാണണ്ട. നിക്കടാ, ഏലിയൻസിനുള്ളത് എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അതൊന്നും കാണാൻ പറ്റില്ല. ഏലിയൻസ് അതൊന്നും കാണിച്ചു കൊടുക്കാറില്ല. അയ്യോ, ഇയാളുടെ കാറ്റ് പോയോ? കൈവച്ച് നോക്കട്ടെ. ചത്തോന്ന് ഇനിയും കൈവയ്ക്കണോ? എടാ, കിടക്കുന്ന ശ്വാസമൊക്കെ ഉണ്ട്. ആണല്ലേ? ചത്തിട്ടില്ല. ഇയാൾ അകത്തുപോയി കിടത്ത്. നീ വന്നേ, ഇയാളുടെ കാലം പിടിക്കണ്ടാ. കയ്യിൽ നിന്ന് വിട്ടുപോരുത്. കൊണ്ടുപോ. വാ 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 വാ, വേഗം വാ. അതെ, എല്ലാവരും അകത്ത് പോയി ശരിക്കും അന്വേഷിക്കേ. ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാ ഇവിടെ വന്ന് പറയണം. എല്ലാവരും അവസാനം ഇവിടെ മീറ്റ് Okay, done. ചെയ്താൽ ജാനി, ശാസ്ത്രം ഇപ്പൊ എന്താ പറയുന്നത്? അമ്മയുടെ ശാസ്ത്രം നോക്കണം. ഓക്കെ ഓക്കെ. ജാനി സാധനം എന്റെ കിട്ടി. ജാനി, എല്ലാരും ഇങ്ങോട്ട് വാ, വേഗം വാ. ദേ, ഇതല്ലേ സാധനം. നമ്മൾ രക്ഷപ്പെട്ടോ. കിട്ടി. നമ്മുടെ ജോലി സക്സസ് ആയി. എന്തൊരു കഷ്ടം. ഇതെന്ത് ഇങ്ങനെ ടെസ്റ്റ്? അതെ, ഇങ്ങനെയൊന്നും കാണിക്കരുത്. നിങ്ങൾ ഞങ്ങളെക്കാളും വലിയ ആളനാ. ആഗ്രഹിച്ചതൊക്കെ തന്നിട്ട് പിന്നെ പിടിച്ചു വാങ്ങുമല്ലേ. ഈ സമയത്ത് ആരാ വിളിക്കും? ഒരു അർജന്റ് കോളാ, ഒന്ന് എടുത്തോട്ടെ. എന്തുപറ്റി അറിയാമോ ഈ സമയത്ത് വിളിച്ചേ? എടാ ജാനി, കല്യാണത്തിനിടാൻ സാരി വാങ്ങാനുള്ള പൈസ ഞാൻ ചോദിച്ചില്ലായിരുന്നോ? ആ കാശ് നീ അയക്കോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ. അയ്യോ, ആ പൈസ അയക്കാൻ വേണ്ടി ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി അല്ല, ഓഫീസിലിരുന്ന് കഷ്ടപ്പെടാ. എന്റെ ചക്കരയാ നീ. ഈ ചെറിയമ്മയോട് നിനക്ക് എന്ത് ഇഷ്ടാടാ? ഞാൻ അയച്ചിട്ടേക്കാ, ഫോൺ വെക്കി. ഡാ, ഇങ്ങോട്ട് മാറിയേക്ക്. അതിങ്ങതാ. വെറുതെ എന്റെ അടുത്ത് വില പിടിക്കില്ല. അയ്യോ, തോക്ക്. മാറിയേക്ക്. നീക്ക് എന്നാലും കള്ളന്മാരുടെ കയ്യിൽ നിന്ന് കക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര വലിയ കള്ള തിരുമാലികളാവണം. ചെല്ലടാ, എന്നവരുടെ മാസ്ക് ഊരിയെടുത്ത്. എന്റെ ദൈവമേ.